ചാപ്റ്ററിലെ സെക്കൻഡ് സെക്ഷനാണ് റിലേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. ഈ റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ, അതായത് ബന്ധം, അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ഡെഫിനിഷനിൽ കൂടിയാണ്. പിന്നെ ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരുപാട് പ്രോപ്പർട്ടീസും ഉണ്ട്. സോ നമുക്കിവിടെ പി എന്ന് പേരുള്ള ഒരു സെറ്റും ക്യൂ എന്ന് പേരുള്ള ഒരു സെറ്റും എടുക്കാം. ഇനി നമുക്ക് ഇതിലെ റിലേഷൻ എന്ന് പറയുന്നത് പി ക്രോസ് ക്യൂ എന്ന് പറയുന്നതിലാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, റിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ക്ലിയർ ആയോ? പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിലാണ്, പിയുടെയും ക്യൂവിൻ്റെയും സബ്സെറ്റായിട്ട് വരുന്ന പി ക്രോസ് ക്യൂ എന്ന് പറയുന്ന ഈ സെറ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്, പി ക്രോസ് ക്യൂ ബൈ ഇൻട്രൊഡ്യൂസിങ് ആൻ റിലേഷൻ ആർ ബിറ്റ്വീൻ ദ ഫസ്റ്റ് element x and the second element y of each ordered pair. First element x from P and second element y from Q. It can be denoted as x, y. ഈ റിലേഷൻ R എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ഓർഡേഡ് പെയർ x, yയുടെ മുകളിലായിരിക്കും. ക്ലിയർ? പി ക്രോസ് ക്യൂവിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിലേഷനാണ് ആറ്. ഈ ആറ് എന്ന് പറയുന്ന റിലേഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്തിലാണ്, എക്സ്, വൈ എന്ന് പറയുന്ന ഈ ഓർഡേഡ് പെയറിലാണ്. ഇനി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, ഇമേജ് എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമേജ് എന്താണ്, ഒരു സെറ്റിലെ ഇമേജ് എന്താണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സെറ്റ് എടുക്കുകയാണ്. ഈ പ്രാവശ്യം ഞാൻ എ, ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് എടുത്തു. റിലേഷൻ ആർ എന്ന് പറയുന്നത് ഈ എ ക്രോസ് ബിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. റിലേഷൻ ആർ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. ഇതിലാണ് ഓർഡേഡ് പെയർ ദ ഫസ്റ്റ് എലമെൻറ്റ് O and the second element of the ordered pair A cross B. First element and second element of A cross Bയിലാണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിലേഷൻ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സ്, വൈ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഈ വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമേജ്. എന്തിൻ്റെ ഇമേജാണ്? എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് മെമ്പറിൻ്റെ ഇമേജാണ് വൈ എന്ന് പറയുന്നത്. വൈനെ പറയുന്ന പേരാണ്, സെക്കൻഡ് എലമെൻറ്റിന് പറയുന്ന പേരാണ് ഇമേജ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജാണ് എന്ത്, സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇമേജ് എന്താണെന്ന്? ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ ഒരു ഓർഡേഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റിനെ എൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും. സോ ഈ സെക്കൻഡ് എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമേജ്. നെക്സ്റ്റ് ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത് ഡൊമൈൻ എന്താണെന്നാണ് പറയുന്നത്. ഡൊമൈൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ സെയിം സെറ്റ് തന്നെ എടുക്കുകയാണ്. എ, ബി എന്ന് പറയുന്ന ഈ സെയിം സെറ്റ് എടുക്കുകയാണ്. ഈ റിലേഷൻ ആർ എടുത്തു. ഈ റിലേഷൻ ആറിൽ നമുക്കറിയാവുന്നതാണ്, ആർ എന്ന് പറയുന്ന റിലേഷൻ ഏത് മുതൽ ഏത് വരെയാണ്, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും എങ്ങോട്ടായിരിക്കും, ബി എന്ന് പറയുന്ന സെറ്റിലോട്ടായിരിക്കും. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലോട്ടാണ് റിലേഷൻ ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ എ എന്ന് പറയുന്നതിനെ ഡൊമൈൻ ഓഫ് ദി റിലേഷൻ ആർ എന്ന് പറയാം. ക്ലിയർ ആയോ? The set of all first element of the ordered pair in a relation R from a set A to the set B ഈസ് കോൾഡ് ദി ഡൊമൈൻ ഓഫ് ദ റിലേഷൻ ആർ. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ കിടക്കുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ. പിന്നെ ന്യൂ നെയിമാണത് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമൈൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന സെറ്റിനുള്ള എലമെൻസിനെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസിൻ്റെ ഇമേജ് എന്ന് പറയുന്നു. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഞ്ച് എന്താണ്. ഇമേജും ഡൊമൈനും നമ്മൾ പഠിച്ചു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് റേഞ്ചും കോഡൊമൈനും വരുന്നത്. സെയിം ഡെഫിനിഷൻ തന്നെ. ദ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് A to the set B. From a relation, the relation from the set A to the set B, we can call the elements of the set B the second element of the relation R. അതായത് എലമെൻറ്റ്സ് ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻസിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ. The set of all second element in a relation R from the set A to the set B is called the range of the relation R. അതുപോലെ ഈ ബിയിലുള്ള എല്ലാ എലമെൻസുകളും റേഞ്ചിൽ വന്നോളണമെന്ന് നിർബന്ധമില്ല. ഈ ബിയിലുള്ള എല്ലാ എലമെൻസിനെയും നമ്മൾ പറയുന്ന പേരാണ് കോഡൊമൈൻ.
കാരണം നേരത്തെ നമ്മൾ ഡൊമൈൻ പഠിച്ചായിരുന്നു. എയിലുള്ള എലമെൻസിനെ പറയുന്നത് ഡൊമൈനാണ്. സോ ബിയിലുള്ള എല്ലാ എലമെൻസിനും നമ്മൾ പറയുന്നതാണ് കോഡൊമൈൻ. ഈ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. റേഞ്ച് എപ്പോഴും എന്താണ്? കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. റേഞ്ചിൽ ബിയിലുള്ള എല്ലാ എലമെൻസും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, പക്ഷേ കോഡൊമൈനിൽ ബിയിലുള്ള എല്ലാ എലമെൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം എടുത്തിട്ട് കാണിച്ചു തരാം. ഒരു ആരോ ഡയഗ്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ റിലേഷനെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റ് എടുത്തു. 1 2 3 4, ഇവിടെ 1 2 3 4 5, ഇവിടെ സെയിം നമ്പർ എടുക്കാം നമുക്ക്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഫിനിഷൻ ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ പറയുകയാണ്. ഇതിൽ 1, 2, അടുത്തത് 2, 3, then 3, 4, 4, 5. ഇതാണ് ഇതിൻ്റെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഡർഡ് പെയേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 2, 3, 3, 4 ആൻഡ് 4, 5. ഇനി നമ്മൾ ഇതിനെ ആരോ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 1, 2 ഇതുപോലെയാണ് നമ്മൾ ആരോ ഡയഗ്രാണ് കേട്ടോ. അതിൽ റിലേഷനെ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആരോ ഡയഗ്രാം വെച്ചിട്ടാണ്. സോ 1, 2 നമ്മളിവിടെ ഡിനോട്ട് ചെയ്തു. അടുത്ത് 2, 3 ഡിനോട്ട് ചെയ്തു. നെക്സ്റ്റ് 3, 4 ഡിനോട്ട് ചെയ്തു ആൻഡ് 4, 5 ഡിനോട്ട് ചെയ്തു. സോ നമ്മുടെ ഇതിൽ നിന്ന് നമ്മൾ ഇനി ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ എന്താണെന്നാണ് എഴുതാൻ പോകുന്നത്. നമ്മളതിന് വേണ്ടിയിട്ട് ഡൊമൈൻ എടുത്തു. ഡൊമൈനിൽ എന്താ പറയുന്നത്? ഡൊമൈൻ ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ സെറ്റ് എ. അപ്പോൾ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സുകൾ തമ്മിലാണ്? 1 2 3 4, 1 2 3 4, 4 മെമ്പേഴ്സാണ് ഇതിൽ വരുന്നത്, ഈ എ എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. സോ നമ്മുടെ ഡൊമൈൻ എന്തായി? 1 2 3 4, ഇതാണ് നമ്മുടെ ഡൊമൈൻ വരുന്നത്. കണ്ടോ? ഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4. സോ നമുക്ക് റേഞ്ച് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു, റേഞ്ച് എപ്പോഴും കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും വരണമെന്ന് നിർബന്ധമില്ല. ഇതിലെ റിലേഷൻ എന്തിനാണ്? 1 എന്ന് പറയുന്നത് 2വിനോടാണ്. പക്ഷേ ഇവിടെ 1നോട് ഇതിലുള്ള ഒരു മെമ്പേഴ്സിനും റിലേഷൻ ഇല്ല. സോ നമ്മൾ ആ 1നെ ലീവ് ചെയ്യണം റേഞ്ച് എഴുതുമ്പോൾ. 2 3 4 5 ഇത്രയാണ് റേഞ്ച് വരുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ കോഡൊമൈൻ എന്തായിരിക്കും? കോഡൊമൈൻ എന്ന് പറയുന്നത് ഫുൾ സെറ്റ് ആയിരിക്കും. 1 2 3 4 5 ആയിരിക്കും. ഇതാണ് ഡിഫറൻസ്. കോഡൊമൈനും ഡൊമൈനും റേഞ്ചും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ആരോ ഡയഗ്രാം വെച്ചിട്ട്. ആരോ ഡയഗ്രത്തിൽ ഈ 1ലുള്ള ഈ സെറ്റ് എ എന്ന് പറയുന്നതിൽ, ഈ സെറ്റിൽ 1 എന്ന് പറയുന്ന മെമ്പറിന് 2 എന്ന മെമ്പറുമായിട്ട് റിലേഷൻ ഉണ്ട്. 2 എന്ന് പറയുന്ന മെമ്പറിന് 3 ആയിട്ടും റിലേഷൻ ഉണ്ട്. 4ന് 5 ആയിട്ട് 4ന് 5 ആയിട്ട് റിലേഷൻ ഉണ്ട്. 3ക്ക് 4 ആയിട്ട് റിലേഷൻ ഉണ്ട്. സോ ഇതിൽ 5 എന്ന് പറയുന്ന പോയിൻറ്റിന് ഇതിൽ റിലേഷൻ ഇല്ല. സെറ്റ് ബിയിൽ 1 എന്ന് പറയുന്ന പോയിൻറ്റിനും ഇതിൽ റിലേഷൻ ഇല്ല. അപ്പം നമ്മൾ റിലേഷൻ 6 നമുക്ക് തന്നിരിക്കുന്നത് അതുപ്രകാരമാണ് നമ്മൾ എന്ത് വരച്ചിരിക്കുന്നത്? ആരോ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഈ ആരോ ഡയഗ്രാം, അതായത് ഒരു റിലേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ്, അങ്ങനെ 2 മെത്തേഡാണുള്ളത്. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. റോസ്റ്റർ മെത്തേഡ് എന്താണ്, സെറ്റ് ബിൽഡർ മെത്തേഡ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആരോ ഡയഗ്രാം ഉപയോഗിച്ച് വിഷ്വൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആ വിഷ്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എളുപ്പമെന്ന് കരുതിയിട്ടാണ് വിഷ്വലായിട്ടുള്ള ആരോ ഡയഗ്രാം ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്തത്. ഇത് നമുക്ക് വേറെ 2 മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്ന് സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ റിലേഷൻ ആറിനെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഡിഫറൻസ് പറഞ്ഞുതരാം. ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഈ നമ്പേഴ്സിന് റേഞ്ച് സെറ്റ് ബിയിലെ മെമ്പേഴ്സായിട്ട് റിലേഷനുള്ള നമ്പേഴ്സിന് മാത്രമേ നമ്മൾ ഡൊമൈനിൽ എടുത്ത് എഴുതുള്ളൂ. റേഞ്ചിൽ ഇതിലുള്ള നമ്പേഴ്സിന് ഏതൊക്കെ നമ്പേഴ്സിനോടാണോ ബി എന്ന് പറയുന്ന സെറ്റിൽ റിലേഷൻ ഉള്ളത് അതിന് മാത്രമേ റേഞ്ച് ആയിട്ട് എഴുതുള്ളൂ. പക്ഷേ കോഡൊമൈൻ എന്താണ്? ഈ സെറ്റ് മൊത്തം നമുക്ക് കോഡൊമൈൻ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇതാണ് ഈ 3 തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത് ഒരു ഫോർമുലയാണ് വരുന്നത്. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം ദ സെറ്റ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലോട്ട്, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര റിലേഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് നമ്പർ ഓഫ് എ. നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെറ്റ് എയിലുള്ള എലമെൻസുകളുടെ എണ്ണം പിയും സെറ്റ് ബിയിലുള്ള എലമെൻസുകളുടെ എണ്ണം ക്യൂവുമായി എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നമ്പർ ഓഫ് എ ക്രോസ് ബി, അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പി ക്യൂ ആണെന്ന് നമുക്കറിയാവുന്നതാണ്. മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്ന എല്ലാ മെമ്പേഴ്സുകളുടെ എണ്ണം എന്താണ്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ റിലേഷനുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? റിലേഷനുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2 raised to
പി ക്യൂ. കണ്ടോ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. നമ്പർ ഓഫ് എ പിയും നമ്പർ ഓഫ് ബി ക്യൂവും ആണെങ്കിൽ നമ്പർ ഓഫ് എ ക്രോസ് ബി എന്തായി, പി ക്യൂ ആയി കിട്ടി. അപ്പോൾ റിലേഷനുകളുടെ എണ്ണം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, 2⁻p⁻q. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസുമായിട്ട് കാണാം. ഇത് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.